Dear students, we are starting with our second module of our syllabus, which is dealing with some other functions of management: staffing, directing, controlling, and coordination. In our first module, we have already mentioned what is planning, what is organizing. So we are starting with the third function, that is staffing. Staffing is the integral part of management. We know there are different peculiarities to different functions. Planning is the basis of management. Organizing provides framework to management. And staffing is the integral part of management. മാനേജ്മെൻറ്റിൻ്റെ ഇൻ്റഗ്രൽ പാർട്ട്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത പാർട്ട് എന്ന അർത്ഥത്തിലാണ് സ്റ്റാഫിങ്ങിനെ കാണുന്നത്. Then staffing, we can give different meanings. One of the meaning is manning the organization structure. Staffing means manning, ആളുകളെ കൊണ്ട് നിറക്കുക, filling with people, that is manning. Manning the organization structure. In organization, in the second stage, we have already created organizing function and organization structure is created. So nextly we have to fill these organization structures, which is called staffing. So staffing is the process of manning the organization structure. Another definition is hiring and developing required personnel to fill various positions in the organization. It is the process of hiring, വാടകയ്ക്കെടുക്കുക, അതായത് എംപ്ലോയീസിനെ നമ്മൾ വാടകയ്ക്കെടുക്കുന്ന പോലെയാണ് ഹയറിങ് ആൻഡ് ഡെവലപ്പിംഗ്, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക. റിക്വയർഡ് പേഴ്സണൽ മീൻസ് സ്റ്റാഫ് എന്ന അർത്ഥത്തിലാണ്. സോ ഹയറിങ് ആൻഡ് ഡെവലപ്പിംഗ് റിക്വയർഡ് പേഴ്സണൽ ടു ഫിൽ വേരിയസ് പൊസിഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. ദർ ആർ ഡിഫറെൻറ്റ് ടേംസ് യൂസ്ഡ് ഫോർ സ്റ്റാഫിംഗ് പർപ്പസ്, അല്ലേ? ഈ നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. അതുകൂടി അഡ്വാൻസ്ഡ് സ്റ്റേജ് ആകുമ്പോഴാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ വീണ്ടും അഡ്വാൻസ് ചെയ്തപ്പോൾ നമ്മൾ HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു. സ്റ്റാഫിംഗ് പ്രോസസ്സിൽ നമ്മൾ സ്റ്റാഫിംഗ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, HRM ഈ രീതിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ദെൻ വെൻ വി ഡിസ്കസ് അനദർ ഡെഫിനിഷൻ, സ്റ്റാഫിംഗ് മീൻസ് പ്രൊക്യൂർമെൻറ്റ്, ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ, ഇൻ്റഗ്രേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ടു അറ്റൈൻ ഒബ്ജക്റ്റീവ്സ്. ഇത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന അർത്ഥത്തിൽ സ്റ്റാഫിങ്ങിനെ കാണുമ്പോൾ നമുക്ക് സ്റ്റാഫിങ്ങിന് അല്ലെങ്കിൽ HRMന് കൊടുക്കാവുന്ന ഡെഫിനിഷനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മീൻസ് പ്രൊക്യൂർമെൻറ്റ്, അല്ലേ, കരസ്ഥമാക്കുക, അക്വയർ ചെയ്യുക, ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ, അല്ലേ, റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഇൻ്റഗ്രേഷൻ, അല്ലേ, കോർഡിനേറ്റ് ചെയ്യുക, ആൻഡ് മെയിൻ്റനൻസ്, എംപ്ലോയീസിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. സോ പ്രൊക്യൂർമെൻറ്റ്, development, compensation, integration and maintenance of human resources to attain objectives. This is another definition which is given to human resource management. Then staffing process. These are the stages involved in the staffing process. HR planning or manpower planning. Human resource planning ആണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് ജോബ് അനാലിസിസ്. ചില എക്സ്പേർട്സ് ജോബ് അനാലിസിസിനെ സെക്കൻഡ് സ്റ്റെപ്പായി പറയാറില്ല, പകരം മാൻ പവർ പ്ലാനിങ്ങിൻ്റെ പാർട്ടാണ് ജോബ് അനാലിസിസ് എന്ന് പറയാറുണ്ട്. ദെൻ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. ചില ഓതേഴ്സ് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷനെ സെപ്പറേറ്റ് സ്റ്റേജായി പറയാറില്ല, പകരം സെലക്ഷൻ പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ എന്ന് പറയാറുണ്ട്. ദെൻ റെമ്യൂണറേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് ഇവാലുവേഷൻ ഓർ പെർഫോമൻസ് അപ്രൈസൽ, ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ, റിട്ടയർമെൻറ്റ് പ്ലാനിങ്. These are the stages or steps involved in the staffing process. Let us discuss the important areas. I know you all are familiar with all these steps. You have already learned it, but we are discussing only the important areas of these stages. One of the area is manpower planning. Manpower planning is also called human resource planning. നമ്മുടെ ഓർഗനൈസേഷനിൽ ഏതൊക്കെ കാറ്റഗറിയിലുള്ള എത്ര എംപ്ലോയീസ് ഉണ്ട്, ഇനി എത്ര പേരെ ഹയർ ചെയ്യണം എന്ന് തീരുമാനിക്കലാണ് സ്റ്റാഫിംഗ്.
അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജാണ് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത്. മാൻ പവർ പ്ലാനിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ensuring that organization will have adequate number of required personnel. ആവശ്യമുള്ള ആളുകൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തുന്ന പ്രോസസ്സാണ്, അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സാണ് മാൻ പവർ പ്ലാനിങ്. പ്രോസസ് ഓഫ് എൻഷുറിങ് ദാറ്റ് ഓർഗനൈസേഷൻ വിൽ ഹാവ് adequate number of qualified personnel. The procedure of manpower planning includes first one, analyzing the current manpower inventory. Current manpower situation എന്താണോ അല്ലേ? മാൻപവർ ഇൻവെൻ്ററി എന്ന് പറയുമ്പോൾ ലിസ്റ്റ് എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, മാൻപവർ ഇൻവെൻ്ററി തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻപവർ പ്ലാനിങ്ങിൽ കറണ്ട് സിറ്റുവേഷൻ എത്രയാണെന്ന് അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് മാൻപവർ ഇൻവെൻ്ററി. സോ അനലൈസിങ് ദ കറണ്ട് മാൻ പവർ സിറ്റുവേഷൻ, അതായത് നിലവിൽ എത്ര എംപ്ലോയീസ് നമ്മുടെ കയ്യിലുണ്ട്, അവർക്കുടെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവർക്ക് സൂട്ടബിൾ ആണോ എന്ന് അനലൈസ് ചെയ്യുക. സെക്കൻഡ് വൺ, മാർക്കറ്റിംഗ് ഫ്യൂച്ചർ മാൻ പവർ. മാർക്കറ്റിംഗ് അല്ല, മേക്കിംഗ് ആണ് കേട്ടോ, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. മേക്കിംഗ് ഫ്യൂച്ചർ മാൻ പവർ ഫോർകാസ്റ്റ്. ഫ്യൂച്ചർ മാൻ പവർ ഫോർകാസ്റ്റിംഗ് നടത്തുക, ഭാവിയിൽ എത്ര ആളുകൾ വേണ്ടി വരും എന്ന് ഫോർകാസ്റ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞു അല്ലേ, നിലവിൽ 100 പേരാണുള്ളത്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഇനി ഭാവിയിൽ എത്ര പേര് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചറിൽ 500 പേര് വേണമെന്നുണ്ടെങ്കിൽ വി വിൽ ഫോർകാസ്റ്റ് ഇറ്റ് അല്ലേ, മേക്കിംഗ് ഫ്യൂച്ചർ മാൻ പവർ ഫോർകാസ്റ്റ്. ദെൻ തേർഡ്, ഡെവലപ്പിംഗ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് അല്ലേ, എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക. എങ്ങനെ ബാലൻസ് 400 പേരെ എന്ത് ചെയ്യാം, നമുക്ക് അക്വയർ ചെയ്യാം എന്നുള്ളതിനുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ഡിസൈൻ ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജോബ് അനാലിസിസ്. ചില എക്സ്പേർട്സ് ഞാൻ പറഞ്ഞു മാൻ പവർ പ്ലാനിങ്ങിൽ ഉപയോഗിക്കുന്ന 2 ടൂൾ നമ്മൾ പറഞ്ഞു. നിലവിലുള്ള മാൻ പവർ ഇൻവെൻ്ററി അനലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. നിലവിലുള്ള ഹ്യൂമൻ റിസോഴ്സ് സിറ്റുവേഷൻ അനലൈസ് ചെയ്യാൻ സാധാരണ 2 ടൂളുകൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് മാൻ പവർ ഇൻവെൻ്ററി, ലിസ്റ്റ് ഓഫ് ലേബർ, ആൻഡ് ഓൾസോ ജോബ് അനാലിസിസ്. ഓക്കെ, ദെൻ ടു സം എക്സ്പേർട്സ് ദിസ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് ജോബ് അനാലിസിസ്. What is job analysis? It is defined as breaking job into elements, study in detail each of the elements to know the nature and characteristics of the job and qualifications required for performance of the job. ഇങ്ങനെയാണ് ജോബ് അനാലിസിസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ബ്രേക്കിംഗ് ദ ജോബ് ഇൻ ടു എലമെൻറ്റ്സ്, ഒരു പെർട്ടിക്കുലർ ജോബ് അല്ലേ, ആ ജോബിനെ നമ്മൾ എലമെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. വ്യത്യസ്ത എലമെൻറ്റുകളായി ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലർക്ക് ഹാസ് ടു പെർഫോം എ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്, എ ലോട്ട് ഓഫ് ടാസ്ക്. അപ്പോൾ ടാസ്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ഈച്ച് ഓഫ് ദ എലമെൻറ്റ്സ്, നമ്മൾ ഓരോ എലമെൻറ്റും ഓരോ ടാസ്കുകളെയും ഡീറ്റെയിൽ ആയി പഠിക്കുക. ടു നോ ദ നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ജോബ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ഫോർ ദി പെർഫോമൻസ് ഓഫ് ദ ജോബ്. ജോബ് അനാലിസിസ് ഇൻക്ലൂഡ്സ് 2 elements. ജോബ് അനാലിസിസിൽ 2 ടൂൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ ജോബ് ഡിസ്ക്രിപ്ഷൻ, സെക്കൻഡ് വൺ ജോബ് സ്പെസിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു 2 കാര്യങ്ങളാണ് അറിയുക. ഒന്ന് നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ജോബ്, ജോലിയുടെ സ്വഭാവം, പ്രത്യേകതകൾ അറിയുക. അതറിയുന്നതിനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുക. ജോബ് സ്പെസിഫിക്കേഷൻ മീൻസ് ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ്. അതാണ് നമ്മൾ സെക്കൻഡ് പറഞ്ഞത്, ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ഫോർ ദി പെർഫോമൻസ് ഓഫ് ദി ജോബ്, ദാറ്റ് ഈസ് കോൾഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലർക്കിന് വേണം അല്ലേ, ക്ലർക്കിൻ്റെ ജോലിയുടെ നാച്ചർ എന്താണ്? കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം, ടൈപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അയാളുടെ ജോബ് ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഒരു ജോലി ചെയ്യേണ്ട എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ നാച്ചറും അയാളുടെ ഡ്യൂട്ടി, റോൾ, റെസ്പോൺസിബിലിറ്റി ഇതൊക്കെ സ്പെസിഫൈ ചെയ്യുക ജോബ് ഡിസ്ക്രിപ്ഷനിലാണ്. ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് ദ ക്വാളിഫിക്കേഷൻ റിക്വയർഡ്. ക്ലർക്ക് ക്വാളിഫിക്കേഷൻ BCom കോർപ്പറേഷൻ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ ജോബ് സ്പെസിഫിക്കേഷനിൽ നമ്മൾ പറയുക KSA എന്ന് പറയും. ജോബ് സ്പെസിഫിക്കേഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യുക സാധാരണ KSA, നോളേജ്,
സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ് അല്ലേ, അതിനെന്തൊക്കെ നോളേജ് വേണം, BCom വേണം. സ്കില്ല് അല്ലേ, ടൈപ്പിംഗ് സ്പീഡ് വേണം. ദെൻ ആപ്റ്റിറ്റ്യൂഡ് അല്ലേ, അയാൾക്കൊരു അഭിരുചി കൂടി വേണം, ജോലി ചെയ്യാനുള്ളൊരു കഴിവ് കൂടി അല്ലേ, അഭിരുചി ഉണ്ടെന്ന് കൂടി നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള 2 പാർട്ടുകളാണ് നമ്മൾ സ്റ്റാഫിങ്ങിൻ്റെ മാൻ പവർ ജോബ് അനാലിസിസിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത, ദ ടേം റിക്രൂട്ട്മെൻറ്റ് അപ്ലൈസ് ടു ദ പ്രോസസ് ഓഫ് അട്രാക്റ്റിംഗ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ പൊട്ടൻഷ്യൽ എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്നാണ് മാക്ഫർലാൻഡിൻ്റെ ഡെഫിനിഷൻ. പ്രോസസ് ഓഫ് അട്രാക്റ്റിംഗ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, നമ്മുടെ ഫ്യൂച്ചർ എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യുക. ഇൻ ദ വേർഡ്സ് ഓഫ് എഡ്വിൻ ബി ഫ്ലിപ്പോ, it is the process of searching for prospective employees and stimulating them to apply for the job in the organization. ഈ ഒരു ഡെഫിനേഷൻ ആയിരിക്കാം നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവുക. പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്, ഫ്യൂച്ചറിൽ നമുക്ക് വേണ്ട എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുക. ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ, ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. നമ്മൾ ഒരു ന്യൂസ് പേപ്പറിൽ, ഒരു TV-യിൽ ഒരു ആഡ് കൊടുക്കുകയാണ്, ഇന്ന ആളെ വേണം. അപ്പോൾ നമ്മൾ കൊടുക്കുക, അട്രാക്റ്റീവ് സാലറി തരും, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും, ഇത്ര അല്ലേ ഇത് മതി, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പരസ്യത്തിലൂടെ ചെയ്യുന്നത് വി ആർ സെർച്ചിങ് ഫോർ പീപ്പിൾ ആൻഡ് അട്രാക്റ്റിംഗ് ദം. സോ റിക്രൂട്ട്മെൻറ്റ് ഈസ് സെർച്ചിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ. സോ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് ഇറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്സ് എന്ന് പറയാറുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്സ്. വി ആർ സെർച്ചിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ ടു അപ്ലൈ. നാട്ടുകാരെ മുഴുവൻ അല്ലേ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ഫെസിലിറ്റീസൊക്കെ തരും, അക്കോമഡേഷൻ തരും, അല്ലെ അട്രാക്റ്റീവ് സാലറിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ടേംഡ് ആസ് പോസിറ്റീവ് പ്രോസസ്സ്. ദർ ആർ ഡിഫറൻറ്റ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റിന് ഒരുപാട് സോഴ്സുകളുണ്ട്. ഇറ്റ് ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു എക്സ്റ്റേണൽ സോഴ്സസ് ആൻഡ് ഇൻറ്റേർണൽ സോഴ്സസ്. External source includes advertisement. You have already learned it. Advertisement, employment agencies or employment exchanges, campus recruitment, deputation, then employees recommendations, then labor unions, gate hiring അല്ലേ, ഇനിയുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, എക്സ്റ്റേണൽ സോഴ്സിൻ്റെ പ്രത്യേകത, വി ആർ റിക്രൂട്ടിംഗ് പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൻ്റെ പുറത്തുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്റ്റേണൽ സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ. അഡ്വർടൈസ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, ഡെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ താൽക്കാലിക നിയമനത്തിന് വേണ്ടി ആളുകളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യലാണ്. ഇപ്പോൾ 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷന് വിളിക്കും. അത് കഴിഞ്ഞാൽ അവർ തിരിച്ച് അവരുടെ മാതൃസ്ഥാപനത്തിലേക്ക് തന്നെ പോകും. ദെൻ എംപ്ലോയി റെക്കമെൻഡേഷൻ, നിലവിലുള്ള എംപ്ലോയീസ് റെക്കമെൻഡ് ചെയ്യുക. ലേബർ യൂണിയൻ, ട്രേഡ് യൂണിയൻ, ഗേറ്റ് ഹയറിംഗ് അല്ലേ, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് ഗേറ്റ് ഹിയറിംഗ് എന്ന് പറയുമ്പോൾ ഗേറ്റിൽ പോയിട്ട് ഹയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹയറിംഗ് ആണ് അല്ലേ, നമ്മുടെ ഗേറ്റിൽ വരുന്ന ആളുകളെ ഹയർ ചെയ്യാമെന്ന് രൂപത്തിലും പറയാറുണ്ട്. ദെൻ അൺസോളിസിറ്റഡ് അൺസോളിസിറ്റഡ് എന്ന് പറയുമ്പോൾ ഇൻവൈറ്റ് ചെയ്യാത്ത അപ്ലിക്കൻസ്. ചില ആളുകൾ ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ കമ്പനികളിലേക്ക് ഒരു ലെറ്റർ അയച്ചിട്ടും ഐ എം ക്വാളിഫൈഡ് സോ ആൻഡ് സോ ഇഫ് ദർ ഈസ് വാക്കൻസി പ്ലീസ് കോൾ മീ അല്ലേ, എന്തെങ്കിലും ഒഴിവുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ അയച്ചിടാം. അങ്ങനെയുള്ളതാണ് അൺസോളിസിറ്റഡ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത്. ദെൻ ജോബേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അല്ലേ, ജോബേഴ്സ് കോൺട്രാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലേബർ സപ്ലൈ ഏജൻസികളാണ്. ദെൻ വാക്ക് ഇൻ ഇൻ്റർവ്യൂസ് അല്ലേ, ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഉള്ളൊരു ട്രെൻഡാണ് നമ്മൾ ചെയ്യുക. ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റിയിൽ നമ്മൾ പോകുമ്പോൾ ആഡ് കൊടുക്കും, ഇന്ന സിറ്റിയിൽ ഇന്ന ദിവസം ഇന്ന ഹോട്ടലിൽ വെച്ച് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ആളുകൾ അവിടെ എത്തും, അടുത്ത ദിവസം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ദെൻ ദീസ് ആർ എക്സ്റ്റേണൽ സോഴ്സസ്. ആൻഡ് ദ സെക്കൻഡ് സോഴ്സ് ഈസ് ഇൻറ്റേർണൽ സോഴ്സ്. ഇൻറ്റേർണൽ സോഴ്സ് മീൻസ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൻ്റെ അകത്ത് നിന്ന് തന്നെ, അതായത് നിലവിലുള്ള എംപ്ലോയീസിനെ തന്നെ ചില പോസ്റ്റുകളിലേക്ക് മാറ്റി റിക്രൂട്ട് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ സോഴ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫർ, ദെൻ പ്രൊമോഷൻ, ഡിമോഷൻ എക്സെട്ര. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പൊസിഷനുള്ള ജോബിലേക്ക് മാറ്റുക. ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ വിത്ത് സെയിം റെസ്പോൺസിബിലിറ്റി, സെയിം ക്വാളിഫിക്കേഷൻ, ഡ്യൂട്ടീസ് എക്സെട്ര. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ
ഉയർന്ന പോസ്റ്റിലേക്കാണ്. ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം എ ലോവർ ലെവൽ ടു ഹയർ ലെവൽ, ദാറ്റ് ഈസ് ഫ്രം വൺ ജോബ് ടു അനദർ വിത്ത് ഹയർ റെസ്പോൺസിബിലിറ്റി, ഹയർ റെമ്യൂണറേഷൻ, ഹയർ ഡ്യൂട്ടീസ് എക്സെട്ര. ദെൻ ഡിമോഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ, ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ വിത്ത് ലെസ്സർ ക്വാളിഫിക്കേഷൻ, ലെസ്സർ റെസ്പോൺസിബിലിറ്റി, ലെസ്സർ റെമ്യൂണറേഷൻ എക്സെട്ര. These are internal sources. So this is enough for today. Okay, thank you very much.